മൂവിംഗ് കോയിൽ ഗാലോനോമീറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ സ്പെസിഫൈ ചെയ്തിരുന്നു. ഗാലോനോമീറ്റർ എന്ന് പറയുന്നത് ഒരു മെഷറിംഗ് ഡിവൈസ് അല്ല. ഇലക്ട്രിക് കറൻറ്റിൻ്റെ പ്രസൻസ്, ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡയറക്ഷൻ, ഇത് രണ്ടും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗാലോനോമീറ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു. ഗാലോനോമീറ്ററിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഗാലോനോമീറ്ററിനെ വേണമെങ്കിൽ അമ്മീറ്ററായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗാലോനോമീറ്ററിനെ ഒരു വോൾട്ട് മീറ്ററായിട്ടും ഉപയോഗിക്കാം. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി കൺവേർഷൻ ഓഫ് ഗാലോനോമീറ്റർ ഇൻടു ആൻ അമ്മീറ്റർ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഒരു വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഒരു ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഇവർ തമ്മിൽ എങ്ങനെയാണ് ബന്ധമുള്ളത്? അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്, വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെയധികം കൂടുതലുമാണ്. എന്നാൽ ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇത് രണ്ടിൻ്റെയും ഇടയിലുമാണ്. അതായത് ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ കുറവാണ് അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലാണ് വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. നമുക്ക് ഒരു ഗാലോനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റണമെങ്കിൽ ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കണം. ഗാലോനോമീറ്ററിനെ ഒരു വോൾട്ടിമീറ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നിങ്ങൾ കൂട്ടണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്ന് കരുതി അതിന് നമ്മൾ അഴിച്ചെടുത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നതിലൊരു അർത്ഥമില്ല. വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാനൊരു ഗാലോനോമീറ്ററിനെ എടുത്തിട്ടുണ്ട്. ആ ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗാലോനോമീറ്ററിന് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഒരു അമ്മീറ്ററായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളൊരു അമ്മീറ്ററിന് പകരം, ഒരു സർക്യൂട്ടിൽ ഒരു അമ്മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ അമ്മീറ്ററിന് പകരം നമ്മൾ ഒരു ഗാലോനോമീറ്ററിനെ ആ സർക്യൂട്ടിൽ സീരീസായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം, വളരെ കുറവാണ്. അമ്മീറ്ററിന് പകരം നമ്മളൊരു ഗാലോനോമീറ്ററിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതും സീരീസ് ആയിട്ടാണ് വെക്കുന്നത്. ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലുമാണ്. സീരീസ് ആയിട്ട് വളരെ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഗാലോനോമീറ്റർ നമ്മൾ അമ്മീറ്ററിന് പകരം വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടും. കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ആര് കാണിച്ചു തരികയില്ല? ഗാലോനോമീറ്റർ കാണിച്ചു തരികയില്ല. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? കറൻറ്റ് അവിടെ കുറയും. നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ കൃത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുമാത്രമല്ല ഗാലോനോമീറ്റർ വളരെയധികം സെൻസിറ്റീവാണ്. ചെറിയൊരു കറൻറ്റ് പോകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? വളരെ വലിയൊരു ഡിഫ്ലക്ഷൻ ഗാലോനോമീറ്റർ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ നമുക്ക് ഒരു അമ്മീറ്ററിനെ മാറ്റി അതേ സ്ഥാനത്ത് ആരെ വയ്ക്കാൻ പറ്റുകയില്ല? ഒരു ഗാലോനോമീറ്ററിനെ വെക്കാനായിട്ട് സാധിക്കുകയില്ല. ചെറിയ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്തണം. എങ്ങനെയാണ് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടത്? ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കണം, എന്നാൽ ഗാലോനോമീറ്ററിനെ തൊടാനും പാടില്ല. എങ്ങനെ കുറയ്ക്കാം? വളരെ ചെറിയ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള ഒരു റെസിസ്റ്ററിനെ നമ്മളതിനെ ഷണ്ട് റെസിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഒരു ഷണ്ട് റെസിസ്റ്ററെ, അതായത് റെസിസ്റ്റൻസ് വളരെ കുറവുള്ള റെസിസ്റ്ററാണ് ഷണ്ട് റെസിസ്റ്റർ. ആ ഷണ്ട് റെസിസ്റ്ററെ നമ്മൾ ഒരു ഗാലോനോമീറ്ററിന് പാരലായിട്ട് വയ്ക്കുന്നു. RS ഷണ്ട് റെസിസ്റ്ററാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് വളരെയധികം കുറവാണ്. അത്തരത്തിലുള്ള വളരെ ചെറിയ റെസിസ്റ്റൻസിനെ നമ്മൾ ഗാലോനോമീറ്ററിന് പാരലായിട്ട് വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഷണ്ട് റെസിസ്റ്റർ പ്ലസ് ഗാലോനോമീറ്റർ, ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. കാരണം നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പാരലായിട്ട്. അതും വളരെ ചെറിയ റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററിനെയാണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് അവിടെയുള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. ഷണ്ട് റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. ആ കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് നമ്മുടെ ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു കോമ്പിനേഷനെ നമുക്ക് വേണമെങ്കിൽ ഒരു അമ്മീറ്ററായിട്ട് ഉപയോഗിക്കാം.
നമ്മൾ എന്ത് ചെയ്തു? ഗാലനോമീറ്ററിനെ കൈകൊണ്ട് തൊടാതെ തന്നെ ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കുറച്ചിരിക്കുന്നു. എങ്ങനെയാണ് കുറച്ചത്? ഗാലനോമീറ്ററിന് പാരലായിട്ട് നമ്മളൊരു ഷണ്ട് റെസിസ്റ്ററെ കണക്ട് ചെയ്തു. ഷണ്ട് റെസിസ്റ്റർ എന്ന് വിളിക്കാൻ കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് വളരെയധികം കുറവാണ്. ഇനി ഈ പാരലായിട്ട് കണക്ട് ചെയ്ത ഈ കോമ്പിനേഷൻ നമുക്ക് എന്ത് വിളിക്കാം? കൺവേർട്ടഡ് അമ്മീറ്റർ എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സംശയം ബാക്കിയാണ്. ഷണ്ട് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കണം? 1 ഓം മതിയോ, 2 ഓം ആയിരിക്കണോ, 3 ഓം മതിയോ? അങ്ങനെ, അതായത് ഷണ്ട് റെസിസ്റ്ററെ പാരലായിട്ട് ഗാലനോമീറ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗാലനോമീറ്റർ എന്തായിട്ട് മാറുമെന്ന് നമ്മൾ പഠിച്ചു? ഒരു അമ്മീറ്റർ ആയിട്ട് മാറുമെന്ന് പഠിച്ചു. അത്രേ അറിയുള്ളൂ. എത്രത്തോളം റെസിസ്റ്റൻസ് നമ്മളവിടെ ഷണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. നോക്കുക, ഐ എന്ന് പറയുന്ന കറണ്ട് ഞാൻ 2 പോയിന്റുകൾ എടുത്തിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും. എക്കും ബിക്കും ഇടയിൽ ഞാനൊരു ഗാലനോമീറ്ററിനെയും ഷണ്ട് റെസിസ്റ്ററിനെയും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടാണ് ഐ. അതിനുശേഷം ഈ കറണ്ട് 2 ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് ഗാലനോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കറണ്ട് പോകുന്നു. ഞാനതിനെ IG എന്ന് വിളിക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് IG എന്ന് പറയുന്ന കറണ്ട് ഗാലനോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ പോയി. ഐ എന്ന് പറയുന്ന കറണ്ടാണ് എത്തിച്ചേർന്നിരുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരുന്നത് ഐ എന്ന് പറയുന്ന കറണ്ടാണ്. അതിൽ നിന്ന് IG ഗാലനോമീറ്ററിൽ കൂടി പോയി. ബാക്കി വരുന്ന കറണ്ട് I-IG നമ്മുടെ ഷണ്ട് റെസിസ്റ്ററിൽ കൂടിയും പോകും. അങ്ങനെയാണെങ്കിൽ I-IG RSൽ കൂടിയും IG ഗാലനോമീറ്ററിൽ കൂടിയും പോകും. 2 കറണ്ടുകളും സ്പ്ലിറ്റ് ചെയ്തു. ബി എന്ന് പറയുന്ന പോയിന്റിൽ വീണ്ടും ഈ 2 കറണ്ടുകളും ജോയിൻ ചെയ്ത് I-IG പ്ലസ് IG ആയിരിക്കും ബിയിൽ എത്തിച്ചേരുന്ന കറണ്ട്. IG ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി വരുന്ന I ബിയിൽ നിന്ന് പുറത്തേക്കും പോകും. ഇതാണ് ആ ഒരു സർക്യൂട്ടിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഷണ്ട് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് RS ആണ്. ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RG ആണെന്ന് വിചാരിക്കുക. നോക്കുക, ഷണ്ട് റെസിസ്റ്ററും ഗാലനോമീറ്ററും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നോക്കുക, VRS. RS എന്ന് ഉദ്ദേശിച്ചത് ഷണ്ട് റെസിസ്റ്റർ ആണ്. ഷണ്ട് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഷുഡ് ബി ഈക്വൽ ടു ഗാലനോമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം 2 പേരെയും ഞാൻ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് I-IG ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് RS. I-IG ഇൻറ്റു RS ഈക്വൽ ടു ഗാലനോമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട് ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് IG/RG. എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശം? RSൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. I-IGയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. RS ഈക്വൽ ടു IG/RG ഹോൾ ഡിവൈഡഡ് ബൈ I-IG. അതിൽ RS എന്ന് പറയുന്നത് എന്താണ്? എത്രത്തോളം റെസിസ്റ്റൻസ് ഗാലനോമീറ്ററുമായിട്ട് പാരലായി കണക്ട് ചെയ്താലാണ് ആ ഗാലനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് മാറ്റാൻ സാധിക്കുക. ആ റെസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റർ. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ് RS ഈക്വൽ ടു IG ഗാലനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട്, RG ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ I മൊത്തം ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന കറണ്ട് I-IG ഗാലനോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട്. അതായത് RS ഈക്വൽ ടു IG/RG ബൈ I-IG എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഷണ്ട് റെസിസ്റ്റർ നമ്മൾ ഗാലനോമീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചത് ഷണ്ട് റെസിസ്റ്റർ പ്ലസ് ഗാലനോമീറ്റർ. ഈ ഒരു ബ്ലൂ റെക്ടാങ്കുലർ ബോക്സിൻ്റെ ഉള്ളിലുള്ള അത്രയും കാര്യങ്ങൾ ഇതൊരു സിസ്റ്റമാണ്. ഈ ബ്ലൂ കളറിൻ്റെ ഉള്ളിലുള്ള ഈ 2 ആളുകൾ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് കൺവേർട്ടഡ് അമ്മീറ്റർ. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ഗാലനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റാനായിട്ട് സാധിക്കും.